ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഒടുവിൽ എൻ്റെ 10 വർഷത്തിൻ്റെ കാത്തിരിപ്പ് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ആഗ്രഹം സാധിക്കാൻ പറ്റി. ആഗ്രഹമൊന്നുമില്ല ഒരു ചെറിയൊരു എന്താണെന്ന് പറയാൻ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് എവിടെയോ ഒരു കൊടുങ്കാറ്റ് കിടക്കുന്നത് പോലെ എവിടെയോ കിടന്നൊരാഗ്രഹം ഇപ്പോൾ സാധിച്ചെടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. വേറെ ഒന്നല്ല, കല്യാണം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിരുന്നെങ്കിൽ ഹസ്ബൻഡ് എപ്പോഴും എൻ്റെ അടുത്ത് പറയും, നിൻ്റെ ഹെയർ നിനക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൂടെ, അത് ഹെയർ കട്ടിങ്ങോ കളറിങ്ങോ സ്മൂത്തിങ്ങോ സ്ട്രെയിറ്റിങ്ങോ എന്തെങ്കിലും ചെയ്യും, നിൻ്റെ മുഖത്ത് ചേഞ്ച് ആയിട്ടെന്ന് പുള്ളിക്കാരെ എപ്പോഴും പറയും. പക്ഷെ ഞാൻ ചെയ്യത്തേയില്ല. കാരണം എനിക്കങ്ങനെ എനിക്ക് തന്നെ ചേഞ്ച് വേണം. ഇത്ര രൂപ കൊടുത്ത് ഞാൻ ചെയ്യണോ, ഇത്ര രൂപ കൊടുത്ത് എൻ്റെ ഇത്രയും എനിക്ക് സൗന്ദര്യം വരണമെങ്കിൽ എനിക്ക് സൗന്ദര്യം വരണ്ട എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞ് മറ്റുള്ളവർ എങ്ങനെയൊക്കെ നടന്നപ്പോൾ നിനക്ക് വല്ലതും ചെയ്തുകൂടെ എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിക്കാൻ പോയിട്ട് കിട്ടുന്നിട്ട് 2 വർഷം മുമ്പ് പുള്ളിക്കാരൻ നിർബന്ധിച്ചിട്ടുണ്ട്. ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ല. പക്ഷേ വീഡിയോ കാണുമ്പോൾ പുള്ളിക്കാരൻ മനസ്സിലാവും. കാരണം പുള്ളിക്കാരൻ്റെ വീഡിയോ കാണാറുണ്ട്, മനസ്സിലാവും ഞാൻ പറയുന്നത് സത്യമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്കും ചെയ്തുകൂടെ. ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് എനിക്കതിന് മനസ്സിൽ ഞാനൊരു ഹെയർ ട്രീറ്റ്മെൻറ്റ് എന്തുകൂടെ എടുത്തുകൂടാന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഞാൻ പോയിരിക്കുന്നത് നമ്മുടെ നാച്ചുറൽ, നമ്മുടെ മണക്കാട്, അത് നമ്മുടെ ട്രിവാൻഡ്രത്ത് മണക്കാട് നാച്ചുറൽ എന്ന് പറഞ്ഞ പാർലറിലോട്ടാണ് പോയത്. നമ്മുടെ പാർലറിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് എൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ ഞാൻ അവിടെ സെലക്ട് ചെയ്യാനുള്ള കാരണം വേറെ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ സിസ്റ്റർ അവിടെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഇത്തിരി കംഫർട്ടബിൾ ആയിട്ടിരിക്കുമല്ലോ. ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുമല്ലോ. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു പാലാകുമ്പോൾ നമുക്ക് ഇത്തിരി ടെൻഷൻ അങ്ങനെ അവന് കാണും. പക്ഷെ അവൾ 100% അവളാണ് ഗ്യാരൻറ്റി എന്ന് പറയാൻ പോയിട്ടാണ് ഞാൻ അവളെ പാർലറിലോട്ട് പോയത് കേട്ടോ. പോയപ്പോൾ കുഴപ്പമൊന്നുമില്ല. അവർ നന്നായിട്ട് നമ്മളടുത്ത് സ്മൂത്തായിട്ട് സംസാരിക്കും. നമുക്ക് നമ്മുടെ ഹെയർ, എനിക്ക് നന്നായിട്ട് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മുടി കൊഴിച്ചിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എനിക്ക് എൻ്റെ ഹെയർ സ്മൂത്തിങ് കഴിഞ്ഞിട്ട് 3 days കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഹെയർ വാഷ് ചെയ്യാം. അപ്പോൾ അതിന് പറ്റി എൻ്റെ ഹെയറിന് പറ്റിയ ഷാമ്പൂ, കണ്ടീഷണേഴ്സ്, മാസ്ക്, അപ്പോൾ ഇതൊക്കെ അവർ ഓരോന്നായിട്ട് എനിക്ക് പറഞ്ഞു തന്നു. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ സംസാരിച്ച് തീർക്കാൻ നമുക്ക് നേരെ നമ്മുടെ കയ്യിലോട്ട് പോകാം. അപ്പോൾ ഞാൻ പാർലറിൽ വന്ന സമയത്തിന് അവൻ എൻ്റെ മുടി കണ്ടിട്ട് ഹെയർ വാഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ തലയിൽ ഒട്ടും എണ്ണ ഇരിക്കാൻ പാടില്ല. അവർ 2-3 പ്രാവശ്യം എൻ്റെ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്ത് കേട്ടോ. ഷാമ്പിട്ടും നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മുടിയൊക്കെ നന്നായിട്ട് അവർ കുടച്ചെടുക്കുകയാണ് കേട്ടോ. അതായത് നമ്മുടെ വെള്ളമൊക്കെ വാറ്റി കഴിഞ്ഞ ശേഷം അവർ അതിൽ നമ്മുടെ സ്മൂത്തിങ് ക്രീം അപ്ലൈ ചെയ്ത് തന്നിട്ട് സ്മൂത്തിങ് ക്രീം അപ്ലൈ ചെയ്ത് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ വീണ്ടും എൻ്റെ സ്മൂത്തിങ് ഹെയറിനെ തെറ്റി പോകണം, സ്മൂത്തിങ് ഹെയറിനെ അവർ സ്ട്രെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് സ്ട്രെയിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം 10 വർഷം എൻ്റെ 10th പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ മുടി സ്മൂത്ത് ചെയ്യുന്നത്. നമ്മൾ 10th എന്ന് പറയുമ്പോൾ ഒരു 13 വയസ്സാണ്. 13 വയസ്സിൽ സ്മൂത്തിങ് ചെയ്യാൻ പാടില്ല. പക്ഷെ അന്ന് എനിക്കുണ്ടായ ഒരു ആഗ്രഹത്തിൽ അന്ന് ഞാൻ ചെയ്തിരുന്നു. 10 വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും, ഇപ്പം അന്ന് എനിക്ക് 13 വയസ്സ്, എനിക്ക് ഇന്ന് 23 വയസ്സും. 10 വർഷത്തെ ഗ്യാപ്പുണ്ട് എനിക്ക് സ്മൂത്തിങ് ചെയ്തിട്ട്. 10 വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഞാനൊരു സ്മൂത്തിങ്ങിലോട്ട് വന്നത്. അതെനിക്ക് ഒരുപാട് ഹാപ്പിയായി. കാരണം എൻ്റെ മുടി പിന്നീട് എനിക്ക് സന്തോഷം തരുമ്പോൾ എനിക്ക് മുടി ഭയങ്കര ചട കാണും കേട്ടോ. അപ്പോൾ എനിക്ക് ചട എടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരിതും. പക്ഷേ ചട എടുക്കണമെങ്കിൽ നമുക്ക് ഈ ഹെയറിനെ സൂക്ഷിക്കണം. നമ്മൾ സ്മൂത്തിങ് ചെയ്താൽ നമ്മുടെ മുടി നന്നായിട്ട് അവർ സൂക്ഷിക്കണം. അതാണ് നമുക്ക് മെയിൻ പരിപാടി വേണ്ടത്. അപ്പം അവർ സ്മൂത്തിങ് ഒക്കെ ചെയ്തിട്ട് എൻ്റെ 2ാമത്തെ പിപ്പറഷ് ക്രീം ഉണ്ടല്ലോ അത് അവർ മുടിയിട്ട് സെറ്റാക്കി കേട്ടോ. അപ്പോൾ സെറ്റാക്കിയതിന് ശേഷം വീണ്ടും നമ്മുടെ 1 മണിക്കൂറിൽ 15 മിനിറ്റ് കേട്ടോ, 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവർ ഹെയർ വാഷ് ചെയ്തു. അപ്പോൾ വാഷ് ചെയ്തതിന് ശേഷം വീണ്ടും മുടിയൊക്കെ ഉണക്കിയപ്പോൾ നല്ല ഷൈനിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ഷൈനിങ് ആയിട്ട് എൻ്റെ ഹെയർ കിടക്കുന്നുണ്ട്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഈ മുടി ചെയ്തതിന് ശേഷം വീട്ടിൽ പോയി പിറ്റേ ദിവസം മുടിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാമെന്ന് അവർ 100% എനിക്ക് ഗ്യാരൻറ്റി തന്നിരുന്നു. അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഇത്ര രൂപയും കൊടുത്തിട്ട് നമുക്ക് ഹെയറിന് എന്തെങ്കിലും ഡാമേജ് ചെയ്താൽ ഒരു ഗ്യാരൻറ്റി ഇല്ല എന്ന് പറയുന്ന നിറയെ പാർലറിൽ കാണും. പക്ഷെ അവരെൻ്റെ അടുത്ത് ഗ്യാരൻറ്റി പറഞ്ഞു. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞങ്ങൾ 2 സിസ്റ്ററുമായിട്ടല്ലേ പോയത്. അപ്പോൾ അവർ നമ്മൾ സെൽഫിയൊക്കെ എടുത്തു. അപ്പോൾ സെൽഫിയൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്ക് 1 മണിക്ക് കയറി നമ്മൾ തിരിച്ച് ഇറങ്ങിയപ്പോൾ 9 മണിയായി, രാത്രി 9 മണിയായി. അപ്പോൾ എല്ലാവരും വിശന്നിരിക്കണം. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന്. അപ്പോൾ ഞാൻ മെനു എൻ്റെ സിസ്റ്ററിൻ്റെ എല്ലാം കൊടുത്തത് എനിക്ക് ഇഷ്ടമുള്ള ഓർഡർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവളുണ്ടോ നീ എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ഓർഡർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മളും 4 ഫലൂഡയും
നമ്മുടെ ഫ്രൈഡ് ചിക്കനുമാണ് നമ്മൾ ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത് അങ്ങനെ അവർ 10 മിനിറ്റ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുവരെ നമ്മൾ കൊച്ചു വർത്തമാനങ്ങളൊക്കെ സംസാരിച്ചും എടുത്തും അങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഇത്രയും മണിക്കൂർ നമ്മളെ പാർലർ നിന്നിട്ട് ഞങ്ങളുടെ 2 പൊന്നു മക്കളും വിശന്ന് പറഞ്ഞിട്ട് കരഞ്ഞതുമില്ല. ചേച്ചിയുടെ മോനായിരിക്കട്ടെ എൻ്റെ മോനായിരിക്കട്ടെ വിശന്നൊന്നും പോലും കരഞ്ഞതുമില്ല. പിന്നെ അവരുടെ കയ്യിൽ അവർ ഫോണൊക്കെ ഇരിക്കുന്നുണ്ട്, പിന്നെ അവർക്ക് വിശപ്പ് അറിയില്ല, അത് മെയിൻ കാര്യം. അപ്പോൾ അതിന് അവർ സല്യൂട്ട് ചെയ്യുന്നത് അവർക്ക്. കാരണം കുഞ്ഞു മക്കളത് വിശന്ന് ഇത്രയും മണിക്കൂർ ഇരുന്നെന്ന് പറയുമ്പം അത് നിസ്സാര കാര്യമല്ല. അപ്പോൾ അത് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് 4 ഫലൂടയും അങ്ങനെ അത് വന്നതിന് ശേഷം നമ്മൾ കഴിക്കായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എടുത്തപ്പോൾ ഞാൻ തന്നെ കഴിക്കാൻ തുടങ്ങി, കാരണം അത്രയ്ക്ക് മാത്രം വിശന്നില്ല. അതിൽ പോയപ്പോഴും നമ്മൾ ഒരു പുട്ടോ ദോശയോ അപ്പോൾ എന്തിനാണ് കഴിച്ചിട്ട് പോയത്. അതിന് ശേഷം ഒന്നും കഴിച്ചതുമില്ല. അപ്പം കുഞ്ഞിന് ഐസ്ക്രീം വേണമെന്ന് പറയുമ്പോൾ കുഞ്ഞിനും ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ അവനും കഴിച്ച് അങ്ങനെ നമ്മൾ തൃപ്തിയോടെ ആഹാരം കഴിച്ചിട്ട് വീട്ടിൽ പോവുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബായ്.